ഹലോ നമസ്കാരം. ഞാൻ മൂവി കണ്ടായിരുന്നു. 6 മണിക്ക് പോയിട്ട് ടോക്സിക് കണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്, അതെടുത്ത് നിർമ്മാതാക്കളും യാഷിനെ അങ്ങ് വല്ലാതെ അങ്ങ് ഇതാക്കി എന്നുള്ളതാണ്. പക്ഷേ പുള്ളിക്കാരൻ ഡയലോഗെല്ലാം ഓക്കെ, അതിനകത്ത് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. പുള്ളിയെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫാനാണ് ഞാൻ. യാഷിൻ്റെ എല്ലാ പടങ്ങളും കാണാറുണ്ട്. മിക്കവാറും കന്നഡ പിക്ചറും മിക്കവാറും കാണാറുണ്ട്. പിന്നെ മലയാളത്തിൽ വരുന്നു, എല്ലാം കാണാറുണ്ട്. KGF കാണാം. KGF ഡയലോഗുകൾ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യങ്ങൾ, ഇതിനകത്ത് കുറേ ലേഡീസിനെ കൊണ്ടുവന്നു, കുറേ ഹീറോയിൻസ്. പക്ഷേ അത് എന്തുകൊണ്ട് കൊണ്ടുവന്നു എന്നെനിക്കറിയില്ല. ഓക്കെ, ദാറ്റ്സ് അത് വിട്. ഓക്കെ, ഹീറോയിൻസ് വരുന്നു, അതൊക്കെ. ഒരു ടോക്സിക് പാനലിലായിട്ടുള്ള വ്യക്തിയാണ് എന്ന് സജീവമായിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണോ, അതോ മദ്യപാനം, പുകവലി എതിരെയാണോ ഇത് കാണിക്കുന്നത് എന്നും എനിക്കറിയില്ല. പക്ഷേ അതിനകത്ത് കാണിച്ചതിനകത്ത് എല്ലാം ഓക്കെ, സമ്മതിച്ചു. പക്ഷേ അതിനകത്ത് ഫൈറ്റിംഗ് സീൻസ് എല്ലാം കോപ്പി ചെയ്തിട്ടുള്ളതാണ് മൊത്തം, A to Z മൊത്തം. മാർക്കോയുടെ സൗണ്ടാണ് കൊടുത്തിരിക്കുന്നത് ഫൈറ്റിംഗ് സീൻസിന് മൊത്തം. മാർക്കോയുടെ സൗണ്ട് അല്ലായിരുന്നു കൊടുക്കേണ്ടത്, അത് അടിപൊളി. പക്ഷേ അതിനകത്ത് ബാഹുബലിയുടെ രംഗം അതിനകത്ത് മലയിടിഞ്ഞ് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാണിക്കുന്നുണ്ട്. അതെല്ലാം ഇതിനകത്ത് എല്ലാം പാച്ചിങ് ആണ്. അതിനകത്ത് പൈസ കൂടുതൽ ഖർച്ചയാവുന്നില്ല, പക്ഷേ എല്ലാം കോപ്പിയാണ്. ഇതിനകത്ത് സ്റ്റണ്ട് മാസ്റ്റർ എന്ന് വെച്ചാൽ ആഷിൻ്റെ സ്റ്റണ്ടിങ് മാസ്റ്റർ അതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. എനിക്ക് അതല്ല. വയലൻസ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ മലയാളത്തിൽ ഉണ്ണി മുകുന്ദൻ ചെയ്ത മാർക്കോ എന്ന പിക്ചറിൻ്റെ കോപ്പിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അതിനകത്തുള്ള എല്ലാ ഫൈറ്റിംഗ് സീൻസും ഉണ്ട്. പിന്നെ ലേഡീസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് ബാഹുബലിയിലെ ആരാണ് ഹീറോ? അയാളുടെ ഒരു പടമുണ്ട്, അതിനകത്ത് ലേഡീസുമായിട്ട് ഫൈറ്റ്. ആരാ? 2 പേര്, ദാദു, 2 പേര് ജിജ. അപ്പോൾ അതിനകത്ത് ഫൈറ്റിംഗ് സീൻസ് ഉണ്ട്. ആ ഫൈറ്റിംഗ് സീൻസ് കോപ്പി ചെയ്തിട്ടാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് വയലൻസ് കാണിക്കുന്നില്ല, ഫൈറ്റിംഗ് ഇടിച്ച് ഇടുകയാണ്. പക്ഷേ ഇപ്പോൾ എന്താ ചെയ്തേക്കുന്നത്? ഇതിനകത്ത് വയലൻസാണ്. വെടിവെക്കുന്നു, അതായത് പിസ്റ്റോൾ വെച്ച് വെടിവെക്കുന്നു, എല്ലാം ഉണ്ട്. ഞാനിത് പറയാൻ കാരണം യാഷിനെ കുറ്റപ്പെടുത്തുകയില്ല, ഇത് കഥയൊന്നും പറയില്ല, മൊത്തം. ഇപ്പോൾ നയൻതാര റോളിൽ വന്നിരിക്കുന്നു, ഏറ്റവും സൂപ്പർ. അത് നയൻതാര ചെയ്ത ഒരു ക്യാരക്ടറാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ക്യാരക്ടർ. ഓക്കെ, അത് എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഇതിനകത്ത് പോയിൻറ്റ്സ് വേറെ പോയിൻറ്റ്സുകൾ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് കഥകൾ കൊണ്ടുപോകുന്നതും കഥകൾ നമ്മളെ മനസ്സിലാക്കാനും ഈ ടോക്സിക് എന്തുകൊണ്ട് യുവജനങ്ങളെ കാണിക്കുകയാണ്. ഒരു മനുഷ്യൻ എന്തുകൊണ്ട് അവനെ റോഡിൻ്റെ അരികിൽ വിട്ടിട്ട് അതായത് അമ്മയും ഉപേക്ഷിച്ചു, അച്ഛനെ കൊന്നു, ഇതൊക്കെയാണ് കഥ പറയുന്നത്. പൈസയ്ക്ക് വേണ്ടി, എല്ലാം പൈസയ്ക്ക് വേണ്ടിയാണ് കഥ പറയുന്നത്. അപ്പോൾ അവനെ ചേച്ചിയുടെ ജീവിതം, ചേച്ചിയെ ഭയങ്കര ഇഷ്ടപ്പെടുന്നു. കാരണം ചേച്ചിയാണ് അവനെ ആഹാരം കൊടുക്കുന്നത്. ചേച്ചി എന്ത് ചെയ്തു ഏത് ചെയ്തെന്ന് പറയുന്നില്ല. അതായത് നയൻതാര എന്ന് പറയുന്ന ലേഡീസ് ചേച്ചിയുടെ റോൾ അഭിനയിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള നല്ല എല്ലാ സീനിലും നല്ല സൂപ്പറാണ്. അത് കണ്ടുകൊണ്ടിരിക്കാൻ ഏറ്റവും ഇഷ്ടമാണ്. പക്ഷേ ടോക്സിക് എനിക്ക് മാർക്കോയിലെങ്കിലും കുറഞ്ഞു പോയോ എന്ന് എനിക്കൊരു ഡൗട്ട്. വയലൻസ് പിക്ചർ കാണാൻ വേണ്ടിയാണ് ഞാൻ പോയത്. പക്ഷേ വയലൻസ് പിക്ചർ അല്ല ഇതിനകത്ത്, കഥ വേറെയാണ്. ഇപ്പോൾ നമ്മളിത് ആലോചിക്കുന്നത് മദ്യപാനം, പുകവലി, മൊത്തത്തിന് അവോയ്ഡ് ചെയ്യുക എന്നുള്ളൊരു ഇതാണ്. അതെന്ത് അനുഭവിച്ച ഒരാൾ, അല്ലെങ്കിൽ അത് കോടികൾ ഉണ്ടാക്കിയ ഒരാൾ ഒരു പ്രായമായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ടോക്സിക്. പക്ഷേ ടോക്സിക് കുടുംബങ്ങൾക്കുള്ളതല്ല, നമുക്ക് അതായത് 18 ഏജ് കഴിഞ്ഞ ആൾക്കാർക്ക് കാണാനുള്ള, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം കാണാം. ഓക്കെ, അത് കാണണം, നല്ലതാണ്. അതെനിക്ക് പറയാനുള്ള അഭിപ്രായം. പിന്നെ ഇതിനകത്ത് ഞാൻ കോപ്പി അടിച്ചെന്ന് പറഞ്ഞത് ഞാൻ ഡയറക്ടറിനും ഒന്നും പറയല്ല.
പക്ഷേ അത് കോപ്പി അടിക്കുമ്പോൾ ഒരു കുറച്ച് വേണം. എന്താ കോപ്പി അടിക്കുന്നത് അത് ഒന്ന് മാറ്റി പിടിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ബാക്കിയെല്ലാം കാണാം. യാഷിൻ്റെ ഓക്കെ, പക്ഷേ എനിക്ക് KGF മാതിരിയോ ഒന്നും തോന്നില്ല. KGF 1 and 2 എല്ലാം ഞാൻ 10-20 പ്രാവശ്യമൊക്കെ കാണുന്ന വ്യക്തിയാണ്. ഞാൻ ഓരോ പടങ്ങളും നല്ല നല്ല പടങ്ങളെല്ലാം കാണുന്നതാണ്. കുടുംബ സിനിമ കാണുന്ന വ്യക്തിയാണ്. പിന്നെ ഞാൻ അതിനകത്ത് പറയാൻ ആഗ്രഹിച്ചത്, യാഷിന് ഈ ക്യാരക്ടർ കൊടുത്തത് ഡയലോഗിൽ മാത്രമാണ് യാഷ് ജീവിച്ചിരിക്കുന്നത്. അതിനകത്ത് കൈയടി ഞങ്ങൾ കൊടുക്കും. അടിപൊളി അടിപൊളി ഡയലോഗാണ്. അതിനകത്ത് ഞാൻ സമ്മതിച്ചു കൊടുത്തു. പുള്ളിക്കാരൻ ഡയലോഗ് കേട്ട് കൈയടിയാണ്. തിയേറ്റർ പ്രകമ്പനം കൊണ്ടു. ഫസ്റ്റ് ഷോ കണ്ട വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുന്നത്. ഇതിനെക്കുറിച്ചൊന്നുമല്ല, നിങ്ങൾ പോയി കാണുക. അത് കണ്ടുകൊണ്ടിരിക്കുക നല്ലതാണ്. ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. കാണണം. ഒരാൾ പൈസയ്ക്ക് വേണ്ടി എന്ത് വേണ്ടി അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അവരുടെ ഹൃദയം സ്നേഹത്തിന് വേണ്ടി വില കൊടുക്കുന്നില്ല. അതാണ് ആ പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ ടോക്സിക് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഒരു ക്യാരക്ടർ ഹൃദയത്തിനകത്ത് സ്നേഹമില്ല. സ്നേഹമുള്ളത് സ്വന്തമായിട്ടുള്ളൊരു ചേച്ചിയുടെ സ്നേഹമാണ്. ആ ചേച്ചി നഷ്ടപ്പെടുമ്പോഴുള്ള അയാളുടെ ഫീലിങ്സ്, അയാൾക്ക് എന്ത് സംഭവിക്കുന്നു അതിനുള്ള ഫീലിങ്സ്, അതെല്ലാം അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിലാണ് വയലൻസ് കാണിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷേ അതിനോട് ഉപമിക്കുവാണെങ്കിൽ നമ്മുടെ മാർക്ക് ഓഫ് ഹിറ്റാണ് ഉണ്ണി മുകുന്ദൻ്റെ. മാർക്ക് 2 വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. മാർക്ക് 2 സത്യമായിട്ട് അതിനകത്തൊരു ക്യാരക്ടർ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സത്യമായിട്ടും 7 കൊടുക്കും. ഒരു ചെറിയൊരു ക്യാരക്ടർ കിട്ടിയാലും മതി. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തോന്നും ഞാൻ ഇങ്ങനെ പറയുന്നു. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞ എല്ലാം കറക്റ്റാണെന്ന്. ഓക്കെ. തിരുവോണനാളിൽ ഞാനത് 6 മണിക്ക് ഫസ്റ്റ് ഷോയിൽ പോയിട്ട് കണ്ടു. അതുകൊണ്ട് പറഞ്ഞതാണ്. സന്തോഷമുണ്ട്. യാഷിൻ്റെ ഒരു സിനിമ കാണാൻ ഭയങ്കര കുറച്ച് നാളായിട്ട് ഞാൻ യാഷിൻ്റെ 3 ഇറങ്ങണമെന്ന് വെച്ച്, ഏത് KGF 3 അതിറങ്ങാൻ വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത്. പക്ഷേ ഞാനിത് ആഗ്രഹിച്ചു പോയതല്ല. ആ KGF കണ്ടിട്ട് ഇതും കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആവുന്നുണ്ട്. ഓക്കെ, അതാണ് ഞാൻ പറയാൻ കാരണം കേട്ടോ. ലെസ്റ്റ് നിങ്ങളുടെ ചോയ്സ്. നിങ്ങൾ പോവുക, കാണുക. പിന്നെ പൈസ വസൂലാണ്. നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ പൈസ വസൂലാണ്. മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ. പക്ഷേ ഈ കോപ്പി അടിച്ചത് മാത്രം എനിക്കിഷ്ടപ്പെട്ടില്ല. ഫൈറ്റിംഗ് സീൻസ് അത് ഫൈറ്റിംഗ് സീൻസ് അങ്ങനെയല്ല, വേറെ കാര്യങ്ങൾ അതിനകത്ത് ചെയ്ത് തീർക്കേണ്ടതായിരുന്നു. ഓക്കെ, ദെൻ നിങ്ങൾ സിനിമ കാണുക. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ കമൻറ്റിൽ പറയുക. ഓക്കെ, പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.